ഫൈനലി നന്ദു പോലീസായിട്ട് ഇറങ്ങുന്നുണ്ട്. അന്ന് തന്നെ അനന്തപുരിയിലെ വലിയ ആഘോഷമാണ് കേട്ടോ. അനന്തപുരി മൊത്തം അലങ്കരിക്കുന്നുണ്ട്. അനന്തപുരിയിൽ ഏറ്റവും അടുത്തൊരു ബന്ധു പോലീസുകാരിയായിട്ട് ഇറങ്ങുകയാണ്. നന്ദുവിന് വലിയൊരു സ്വീകരണം തന്നെ മുത്തശ്ശനും ആദർശവും ഒക്കെ ഒരുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് അനാമികയ്ക്ക് ആകപ്പാടെ ദേഷ്യം വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും ആ ഒരു പരിപാടി അലമ്പാക്കണം എന്നുള്ളത് മാത്രമായിരുന്നു അനാമികയുടെയും അവളുടെ അമ്മയുടെയും ജലജയുടെ ഒക്കെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ ആ ഫംഗ്ഷൻ എങ്ങനെയെങ്കിലും അലമ്പാന് അവരൊരു കാര്യം പ്ലാൻ ചെയ്യാണ്. എന്നാൽ ഒരു പോലീസുകാരി അടുത്താണ് അവർ ഈ കളിയൊന്നും കളിക്കുന്നതെന്നുള്ള ഓർമ്മ അവർക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നന്ദുവിന് മുന്നിൽ 8 നിലയിൽ അവരുടെ പരിപാടി അങ്ങ് ഫ്ലോപ്പ് ആയി പോകുന്നുണ്ട്. അനാമിക ചെയ്ത പ്രവൃത്തി അവിടെ നന്ദു തുറന്നടിച്ച് പറയുന്നുണ്ട്. എല്ലാം കേട്ടിട്ട് മുത്തശ്ശൻ ആകപ്പാട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. മുത്തശ്ശൻ അനാമിക ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അത് മാത്രമല്ല നന്ദിന് നല്ലൊരു ഗിഫ്റ്റ് തന്നെ മുത്തശ്ശൻ ഒരുക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ മിസ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യാം. എന്തായാലും ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നയനയ്ക്ക് നന്ദുവിന്റെ കോള് വരുന്നതാണ്. നയനയുടെ അടുത്ത് ആദർശം ഉണ്ട് കേട്ടോ. ഫോൺ റിംഗ് ചെയ്യുന്നത് കണ്ടപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ആ നയനെ നന്ദു ആണല്ലോ വിളിക്കുന്നത്, ദാ എടുത്തു നോക്ക്. അങ്ങനെ നയന ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഹലോ നന്ദു. ആ ചേച്ചി തിരക്കിലാണോ? ഏയ് അല്ല, എന്താ മോളെ? ആ ചേച്ചി ഇന്നേനെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ദേ പറഞ്ഞ പോലെ ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ നാട്ടിലേക്ക് വരുവാ. ആഹാ ഇന്ന് പോരാമോ? ആദർശേട്ടാ നന്ദു അവിടുന്ന് പോരാൻ നിൽക്കുവാന്ന്. ആഹാ അപ്പൊ നന്ദു ഇന്ന് പുറപ്പെടുവോ? ഫോൺ ഇങ്ങ് തന്നെ. ഇതും പറഞ്ഞ് ആദർശ് ഫോൺ വാങ്ങുന്നുണ്ട് കേട്ടോ. ഹലോ നന്ദു. ആ ആദർശേട്ടാ ഇവിടുത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് അങ്ങോട്ട് പോരാം. എന്തായാലും മോള് സെലക്ട് ആയല്ലോ, ഒരുപാട് സന്തോഷമുണ്ട് എനിക്കും നയനിക്കും. അല്ല നിന്റെ കൂടെ ഒരു കൂട്ടുകാരി ഇല്ലായിരുന്നോ? അവളും സെലക്ട് ആയില്ലേ? അതെ ആദർശേട്ടാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെലക്ഷൻ കിട്ടി. ആ അതേതായാലും നന്നായി. അങ്ങനെ നന്ദുവിന് ഒരു കട്ട ഫ്രണ്ടും കൂടി ആയാലും ഈ ഫീൽഡില്. ആ മോളെപ്പോഴേ ഇവിടെ എത്തുക? ഞാനും നയനയും കൂടി വിളിക്കാൻ വരാം. അത് പിന്നെ ഇവിടുന്ന് എപ്പോഴേ ഇറങ്ങാന്ന് അറിയാൻ പറ്റില്ല. എന്തായാലും അവിടെ എത്താറാവുമ്പോ ഞാൻ വിളിക്കാം. ശരി ഞാൻ നയനയ്ക്ക് കൊടുക്കാം. ഇതും പറഞ്ഞ് നയനയ്ക്ക് ഫോൺ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹലോ ചേച്ചി. ആ മോളെ യാത്രയൊക്കെ നല്ല ശ്രദ്ധിച്ച് വേണം കേട്ടോ. ആ ചേച്ചി ഞാൻ ശ്രദ്ധിച്ചു വന്നോളാം. ശരി എന്നാ. അങ്ങനെ ഇതും പറഞ്ഞ് അവര് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആദർശേട്ടാ നന്ദു മിക്കവാറും വൈകിട്ടെത്തും. നമുക്ക് എന്തായാലും ചന്തുമോളെയും കൂട്ടി അവളെ വിളിക്കാൻ പോവാം. അതൊക്കെ നമുക്ക് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് നന്ദുവിന് ഒരു സർപ്രൈസ് കൊടുത്താലോ? സർപ്രൈസോ? ആ ഒരു ചെറിയ കേക്ക് കട്ടിങ്. നന്ദു പോലീസായിട്ട് വരുമല്ലേ, നമുക്ക് ഇവിടെ ഒന്ന് അലങ്കരിക്കണം. ദേ പോകുന്ന വഴിക്ക് നമുക്ക് നന്ദുവിന് ചെറിയൊരു ഗിഫ്റ്റും കൂടി വാങ്ങിക്കാം. അതൊക്കെ വേണോ ആദർശേട്ടാ? പ്രത്യേകിച്ച് അനാമികയ്ക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുവോ? നയനെ അങ്ങനെ എല്ലാവരുടെ ഇഷ്ടം നോക്കിയിട്ട് നിന്റെ വീട്ടുകാർക്ക് ഓരോന്നും ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അല്ലേനും അനാമികയുടെ ഇഷ്ടം ഇവിടെ ആരും നോക്കുന്നൊന്നുമില്ല. അവൾ ഒട്ടും പോരാത്തതുകൊണ്ടാ അനിയുടെ സ്വഭാവം ഇങ്ങനെ ആയി പോയത്. ഇനിയിപ്പൊ അതേക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്തായാലും നമുക്ക് നന്ദുവിന് ഒരു ട്രീറ്റ് കൊടുക്കണം. ദേ നമുക്കിത് എത്രയും പെട്ടെന്ന് മുത്തശ്ശിയോടും ചെന്ന് പറയാം. നീ വാ. ശരി. അങ്ങനെ അവര് രണ്ടുപേരും മുത്തശ്ശിയുടെ മുറിയിലേക്ക് കയറി ചെല്ലുന്നുണ്ട് കേട്ടോ. മുറിയിലാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശിയും ചന്തുമോളെ ലാളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോണ്ട് ആദർശ നയനും അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ആഹാ ചന്തുമോൾ ഇവിടെ ഉണ്ടായിരുന്നോ? ആ എപ്പോഴും അച്ഛന്റെ അമ്മയുടെയും കൂടെ നിന്നാ മതിയോ? ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ കൂടെയും സമയം ചെലവഴിക്കട്ടെ അല്ലേ മോളെ? കേട്ടില്ലേ മോള് പറഞ്ഞത്? ആ ഇപ്പൊ അച്ഛനും അമ്മയും വേണ്ടല്ലോ മോൾക്ക്, ഏത് സമയം ഇവരോടൊപ്പം അല്ലേ? ഇത് കേട്ടപ്പോ മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ മോളുടെ മുഖം ഇത് പറഞ്ഞപ്പോ വാടിയത് കണ്ടോ? മോൾക്കേ നിങ്ങൾ കഴിഞ്ഞ മറ്റാരും ഉള്ളൂ. ഞങ്ങളുടെ ചന്തുമോളെ ഞങ്ങൾക്കറിയില്ലേ? നയനാമ്മ വെറുതെ പറഞ്ഞതാട്ടോ. എനിക്കറിയാം, എന്റെ സ്വന്തം നയനാമ്മയാ. ഇത് കേട്ടപ്പോ മുത്തശ്ശൻ പറയുന്നുണ്ട്, അല്ല എന്താ ഇപ്പൊ രണ്ടുപേരും ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? മോളെ കൂട്ടിക്കൊണ്ടു പോവാനാണോ? അപ്പൊ ആദർശ് പറയുന്നുണ്ട്, ഏയ് അതൊന്നുമല്ല മുത്തശ്ശ, ഞങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഇത് കേട്ടപ്പോ മുത്തശ്ശി വെക്കുന്നുണ്ട്, എന്തു പറ്റി ആദർശേ? ഏയ് വേറൊന്നല്ല മുത്തശ്ശി, ഇന്ന് നന്ദു വരുന്നുണ്ട്. എന്താ നന്ദുമോൾ വരുന്നുണ്ടോ? നന്ദുമോളുടെ ട്രെയിനിങ് ഒക്കെ പൂർത്തിയായോ? അതൊക്കെ പൂർത്തിയായി. നന്ദ സെലക്ട് ആവുകയും ചെയ്തു. ആഹാ അത് നല്ല കാര്യമാണല്ലോ. അതെ മുത്തശ്ശ, നമുക്ക് നന്ദുവിനൊരു സ്വീകരണം കൊടുക്കണ്ടേ? നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും അടുത്ത ബന്ധുവായിട്ടുള്ളത് നന്ദു മാത്രല്ലേ പോലീസായിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് നല്ലൊരു സ്വീകരണം നന്ദുവിനായിട്ട് ഒരുക്കണം. ഇത് കേട്ടിട്ടും നയനയ്ക്ക് പ്രത്യേകിച്ച് കുലുക്കൊന്നുമില്ല കേട്ടോ. ഇത് കണ്ടപ്പോ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തുപറ്റി നയന മോളെ? ആദർശിന്റെ ഈ അഭിപ്രായത്തോട് മോള് യോജിക്കുന്നില്ലേ? അപ്പൊ മുത്തശ്ശി വരുന്നുണ്ട്, അതെ മോളുടെ മുഖത്ത് ഒരു ഇഷ്ടക്കുറവ് പോലെ. അത് പിന്നെ മുത്തശ്ശി വേറൊന്നും കൊണ്ടല്ല, നന്ദുവിനെ ചിലപ്പോ ഇങ്ങനെ സ്വീകരിക്കുന്നതൊന്നും അനാമികയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഇത് കേട്ടപ്പോ മുത്തശ്ശിന് ദേഷ്യം വരുന്നുണ്ട്. അനാമികയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് കരുതി മോളുടെ അനിയത്തിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ? മോളുടെ അനിയത്തിക്ക് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ പാടില്ലേ? അങ്ങനെയല്ല മുത്തശ്ശ. മോൾ ഇനി ഒന്നും അതേക്കുറിച്ച് പറയണ്ട. നന്ദുവിന് വേണ്ടി ഇവിടെ വലിയൊരു സ്വീകരണം തന്നെ ഉണ്ടാകും. അതാണ് എന്റെ ആഗ്രഹം. എന്തു പറയുന്നടോ വസുന്ധരെ? എനിക്കും അത് തന്നെയാ താല്പര്യം. ആ കുട്ടി ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അത് അർഹിക്കുന്നുണ്ട് ഈ ഒരു ജോലി. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളൊരു സ്വീകരണം കൊടുക്കണം. മോളുടെ മുത്തശ്ശി പറയുന്നത് കേട്ടല്ലോ. ഇനി എന്തെങ്കിലും മോൾക്ക് പറയാനുണ്ടോ? മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കൂ. അതുകൊണ്ട് അങ്ങനെ തന്നെ ആവട്ടെ മുത്തശ്ശ. ആ എന്നാ പിന്നെ സമയം കളയണ്ട. മോള് വൈകിട്ട് എത്തുന്നല്ല പറഞ്ഞത്. ഒരുക്കങ്ങൾക്ക് എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാ ആദർശം മോളും കൂടി ചെയ്തോ.
ശരി മുത്തശ്ശ. അങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് അവര് രണ്ടുപേരും കൂടി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നയനെ അവിടെയൊക്കെ അലങ്കരിക്കുന്നതാണ് കേട്ടോ. എന്നാൽ ആ സമയത്ത് അങ്ങോട്ട് നവ്യ വരുന്നുണ്ട്. ഓ, വലിയ അലങ്കാരത്തിലാണല്ലോ. എന്താണാവോ പ്രത്യേകിച്ച്? ഇനി അവളുടെ വേറെ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസമാണോ ഇന്ന്? അപ്പൊ ചേച്ചിക്കൊന്നും അറിയില്ലേ? എന്തറിയില്ലെന്ന്? നമ്മുടെ നന്ദു ഇന്ന് വരികയല്ലേ. നന്ദുവിനെ സ്വീകരിക്കാൻ വേണ്ടി ചെറിയൊരു ഡെക്കറേഷൻ ഞാനും ആദർശേട്ടനും കൂടി അവക്കൊരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതും കൊടുക്കണം. നന്ദു വരുന്ന വിവരം എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. അതിന് അവൾ ഇങ്ങോട്ടല്ലല്ലോ വരുന്നത്. അതല്ല, ഞാനും ആദർശേട്ടനും കൂടി അവളെ വിളിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഓ, അത് നിങ്ങൾ പോണെന്നെന്താ ഇത്ര നിർബന്ധം? ഞാനും അബിയും കൂടി പൊയ്ക്കോളാം. അച്ഛനും അമ്മയും ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അബിയോട് നന്ദുവിനെ വിളിക്കാൻ വേണ്ടി ചെല്ലാൻ. അത് പിന്നെ ചേച്ചി, നന്ദു വിളിച്ചപ്പോ ആദർശേട്ടനോട് എന്നോടും അങ്ങോട്ട് വിളിക്കാൻ ചെല്ലാൻ പറഞ്ഞു. ഓ, അപ്പൊ അവൾ ആദ്യം റെക്കമെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചേച്ചി എന്തൊക്കെയാ ചേച്ചി പറയുന്നത്? ഇനിയിപ്പൊ അബിക്കും ചേച്ചിക്ക് പോണെന്നാണെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ നിന്റെ ഔദാര്യത്തിൽ ഞങ്ങൾക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അച്ഛനും അമ്മയും ഞങ്ങളെ വിളിച്ച് പറഞ്ഞതാ അവളെ വിളിക്കാൻ വേണ്ടി ചെല്ലാൻ. അതുകൊണ്ട് അബി പോയിട്ട് അവളെ വിളിച്ചോണ്ട് വന്നോളൂ. ശരി, എന്തെങ്കിലും ആവട്ടെ. ആദ്യം അച്ഛന്റെ അമ്മയടുത്തേക്ക് ചെന്നിട്ട് നേരെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അവക്ക് വേണ്ടി ചെറിയൊരു സർപ്രൈസ് പാർട്ടി ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. നന്ദുവിന് വേണ്ടിയല്ലേ, അതുകൊണ്ട് ഞാനും കൂടെ കൂടാം. വേണ്ട ചേച്ചി, കുഞ്ഞു കരയില്ലേ? ഓ, കുഞ്ഞിനെ കുറിച്ച് നീ ഇപ്പോഴെങ്കിലും ചിന്തിച്ചല്ലോ നയനെ. നിനക്കിപ്പോ ഏതോ ഒരുത്തിന്റെ കുഞ്ഞിനെ പോരെ, നിന്റെ ചേച്ചിയുടെ കുഞ്ഞിനെ വേണ്ടാലോ. ചേച്ചി എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പൊ കുഞ്ഞിന് അമ്മയുടെ ചൂടല്ല ആവശ്യം, അല്ലാതെ മറ്റുള്ളവരുടെ കൈ കിടന്നല്ല കുഞ്ഞ് വളരേണ്ടത്. നീ ഇനി അതേക്കുറിച്ച് പറഞ്ഞ് തർക്കിക്കാൻ നിൽക്കണ്ട. എനിക്കതെക്കുറിച്ച് സംസാരിക്കാനും വയ്യ. ഇതെവിടെയാ കെട്ടേണ്ടത്? ദേ അവിടെ കെട്ടിയാൽ മതി. അങ്ങനെ അവര് രണ്ടുപേരും കൂടി അവിടെ അലങ്കരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് അനാമിക അങ്ങോട്ട് വരുന്നത്. ഓ, രണ്ടുപേരും കൂടി തകർപ്പൽ അലങ്കാരത്തിലാണല്ലോ. എന്താണാവോ ഇവിടെ എത്ര പ്രത്യേകിച്ച്? എന്നാ ആ സമയത്ത് ജാനകിയെ വരുന്നുണ്ട്. മോളെ, എന്താ അവരിങ്ങനെ അലങ്കരിക്കുന്നത്? എന്താണാവോ? ഇനി ആ പെണ്ണിന്റെ വേറെ വല്ല വിശേഷം ഉണ്ടോന്നാവോ? മോളൊന്ന് പോയി ചോദിച്ചു നോക്ക്. എനിക്കൊന്നും വയ്യ. അവരോടൊക്കെ സംസാരിച്ചാലേ നാവ് പുഴുത്തു പോവും. എന്നാ ഇത് നല്ല വ്യക്തമായിട്ട് നവ്യയും നയനയും കേൾക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടപ്പോ നയന പറയുന്നുണ്ട്, ചേച്ചി നമ്മളെ കുറിച്ച് എന്തൊക്കെയോ പറയുവാ. ഇവിടെ അലങ്കരിക്കുന്ന എന്തിനാ ഏതിനാന്നൊന്നും അറിയില്ലല്ലോ. ഇനിയിപ്പൊ നന്ദു വന്നാ അവൾ എവിടെ കിടന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കും. ഇത് കേട്ടപ്പോ നവ്യ പറയുന്നുണ്ട്, അവൾ അവളുടെ നാവ് ചലിപ്പിക്കുന്നിടത്തോളം കാലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവളുടെ നാവേ അത്രയ്ക്കും ഗതിയില്ലാത്ത നാവാ. ഇത് കേട്ടപ്പോ അനാമിക പറയുന്നുണ്ട്, എന്താ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പൊ പിന്നെ നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടല്ലോ. ഞങ്ങൾ എന്തെങ്കിലും പറയുന്നത് കേട്ടോണ്ട് നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നിന്നെ പറ്റി ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ കേട്ടു നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞത്. എന്തായാലും നിങ്ങൾ അത്ര ഞാൻ തരം താഴില്ല. നവ്യക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നവ്യ പറയുന്നുണ്ട്, അതെ, നിന്നെ ഇപ്പൊ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ? അപ്പൊ ജാനകി പറയുന്നുണ്ട്, എന്റെ മോളെ ആരെങ്കിലും ക്ഷണിച്ചിട്ട് വേണ്ട ഇങ്ങോട്ട് വരാൻ. അവക്ക് ഈ വീടിന്റെ എവിടെ വേണമെങ്കിലും നിൽക്കാം. അതെന്തിനാ നിങ്ങളോട് ചോദിക്കുന്നത്? ഇത് കേട്ടപ്പോ നയന പറയുന്നുണ്ട്, ഞങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റുള്ളവരെ കാണുമ്പോ മര്യാദയ്ക്ക് സംസാരിക്കാൻ ആദ്യം ഇവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതിനെങ്ങനെയാ? വീട്ടിൽ നിന്ന് സംസ്കാരം പഠിച്ചിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ കയറി ചെല്ലുന്നിടത്ത് അത് പ്രാവർത്തികമാക്കൂ. ഇത് കേട്ടപ്പോ അനാമികയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ നിന്റെ ചരിത്രമൊന്നും കൂടുതൽ പറയണ്ടാടി. നീ എങ്ങനെ ഈ വീട്ടിലോട്ട് കയറി പറ്റിയതെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിന്റെ ചരിത്രം കൂടുതൽ ഇവിടെ കയറി വിളമ്പണ്ട. എന്റെ മോളെ നല്ല അന്തസ്സുള്ളോടത്തുനിന്ന് വന്നതാ. അവളെ നല്ല അന്തസ്സായിട്ടാ പഠിപ്പിച്ചത്. അല്ലാതെ നിന്നെയൊക്കെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത് പോലെ പണമുള്ള വീട്ടിലേക്ക് കയറി ചെല്ലണം, അവരുടെ പണം മുക്കണം എന്നല്ല പഠിപ്പിച്ചു കൊടുത്തത്. ഇത് കേട്ടപ്പോ നവ്യ പറയുന്നുണ്ട്, ശരി, ഞങ്ങളുടെ അച്ഛനും അമ്മയും പണം മുക്കണം എന്നാ പഠിപ്പിച്ചത്. അപ്പൊ ഇവളുടെ അച്ഛനും അമ്മയും എന്താ പഠിപ്പിച്ചത്? കെട്ടുറപ്പുള്ള കുടുംബങ്ങള് അടിയോടെ വാരണമെന്നോ? അല്ല, അവളിപ്പോ അതാണല്ലോ ചെയ്തോണ്ടിരിക്കുന്നത്. ഇത് കേട്ടപ്പോ ജലജ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ആഹാ, ഇവിടെ എന്താ പരിപാടി? എന്താ നവ്യ മോളെ, എന്താ ഇവിടെ പ്രത്യേകിച്ച് വല്ല ഫംഗ്ഷനും നടക്കുന്നുണ്ടോ? അമ്മേ, നന്ദു വരുന്നുണ്ട്. ഇന്ന് നന്ദു വൈകിട്ടെത്തും. വീട്ടിൽ പോയിട്ട് അവള് നേരെ ഇങ്ങോട്ടാ വരുന്നത്. ആഹാ, നന്ദു ട്രെയിനിങ് പൂർത്തിയാക്കി പോന്നോ? അവൾ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവൾ ഇങ്ങോട്ട് എത്തും. അപ്പൊ നന്ദു പോലീസുകാരിയായി ചാർജ് എടുക്കാൻ പോവാണ് അല്ലേ? ഇവിടെ അടുത്ത ഏതെങ്കിലും സ്റ്റേഷനിൽ കിട്ടുമായിരിക്കും അല്ലേ? അടുത്ത എവിടെയെങ്കിലും കിട്ടുമെന്നൊന്നും അറിയില്ല. എന്തായാലും അവളുടെ കരുത്ത് വെച്ചിട്ട് അവക്ക് ഇവിടെ എവിടെയെങ്കിലും കിട്ടുമെന്നാ സാധ്യത. ഇനി വരാൻ പോകുന്നതൊക്കെ കണ്ടറിയണം. ഇതും പറഞ്ഞ് ജലജ അനാമികയെ നോക്കുന്നുണ്ട് കേട്ടോ. അനാമികയ്ക്കും ജാനകിക്കും ആണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ജാനകിയും അനാമികയാണ്. അനാമിക ദേഷ്യപ്പെടുന്നുണ്ട്. അമ്മേ, എന്തൊക്കെ ഞാൻ ഇവിടെ കാണാം. അവള് വരുന്നുണ്ടത്രേ, വലിയ പോലീസുകാരിയായിട്ട്. അനിക്കിപ്പോ എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ട്. അതിന് അവള് വലിയ കൊമ്പത്തെ ജോലിക്കാരിയായി വന്ന അതും കൂടി ഇല്ലാതായി പോവും. അത് മാത്രല്ല, അവക്ക് വലിയ സെലിബ്രേഷനൊക്കെ ഇവിടെ വെച്ചേക്കുവാ. ഒക്കെ എന്നെ കാണിക്കാൻ വേണ്ടിയാ. മോളെ, അവരെന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ടട്ടെ. അവരോട് ചെയ്യണ്ടെന്ന് പറയാൻ നമുക്ക് അധികാരമില്ല. എന്തായാലും ഇതിനൊക്കെ നമുക്ക് നല്ലൊരു തിരിച്ചടി എന്നെ കൊടുക്കണം മോളെ. ഒരു ഇരുട്ടടി. അതെ അമ്മേ, ഇന്നത്തെ ഫംഗ്ഷൻ എങ്ങനെയെങ്കിലും അലമ്പാക്കണം.
പോലീസുകാരി എന്തായാലും ഇവിടുന്ന് നിവർന്ന് നിന്ന് അവളുടെ വീട്ടിലോട്ട് പോകരുത്, ആ കോലത്തിലാക്കി എടുക്കണം. അമ്മേ, നമുക്ക് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും അതിന് ചെയ്തേ പറ്റൂ. അതേ മോളെ, അത് മോളുടെ ആവശ്യം മാത്രമല്ല, എന്റെയും കൂടി ആവശ്യമാ. അല്ല, ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എന്താ അമ്മേ ചെയ്യാൻ പറ്റുക? നമ്മളെ കൊണ്ട് പറ്റില്ല. അതിന് നമുക്ക് ജലജയുടെ സഹായം കൂടി വേണം. നമുക്ക് ജലജയോട് സംസാരിക്കാം. അപ്പച്ചിയോ, അവരെ വിശ്വസിക്കാവോ? വിശ്വസിക്കാം മോളെ. നമ്മളെ പോലെ തന്നെ അവരെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്ന് കരുതിയിരിക്കുക ജലജയും. ഇനിയിപ്പോ അവരങ്ങനെ കരുതിയിട്ട് എന്താ കാര്യം? അവരുടെ മരുമകൾക്ക് ഒരു കുഞ്ഞുണ്ടായില്ലേ? ഇനിയിപ്പോ നിസ്സാരമായിട്ട് അവളെ പുറത്താക്കാൻ കഴിയൂ? അതൊക്കെ ജലജ നോക്കിക്കോളും. നമുക്ക് ജലജയോട് ഈ വിവരം പറയാം. ആ ശരി, ഓക്കെ. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ജലജയാണെന്നുണ്ടെങ്കിൽ അബിക്ക് ഫോൺ ചെയ്യുന്നതാണ്. അങ്ങനെ അബി ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഹലോ അമ്മേ. ആ അബി, നീ എപ്പോഴാ വരിക? ഇവിടെ കാണാൻ പാടില്ലാത്ത പലതും നടക്കാൻ പോകുന്നുണ്ട്. എന്താ, എന്തുപറ്റി അമ്മേ? വേറെ ഒന്നും അല്ലടാ, നമുക്കെതിരായിട്ടേ ഒരു പോലീസുകാരി ചാർജ് എടുത്തിട്ടുണ്ടല്ലോ, അവള് വരുന്നുണ്ട് ഇങ്ങോട്ട്. ഓ നന്ദു, അവള് വരുന്ന വിവരം എനിക്കറിയാമേ. ആണോ? അറിയാം. അതിനിപ്പോ നവ്യ വിളിച്ചിരുന്നു. അവക്ക് എന്തെങ്കിലും കനത്തില് ഗിഫ്റ്റ് കൊണ്ടുവരാൻ. അവക്കിപ്പോ സ്വർണത്തിന്റെ വിലയൊന്നും അറിയില്ല. എന്തോന്ന്? അവളുടെ അനിയത്തിക്ക് സ്വർണം കൊടുക്കാനോ? അവള് പോലീസായതിന് നമ്മളെന്തിനാ സ്വർണം കൊടുക്കുന്നേ? എന്റെ അമ്മേ, ചേച്ചിയുടെ സ്നേഹസമ്മാനം. ഞാനിപ്പോ അവരുടെ മുന്നിൽ നല്ലവനാണല്ലോ, അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം അത് വാങ്ങിച്ചു കൊടുത്തേ പറ്റുമേ. എന്നാലും അബി, അതൊക്കെ എങ്ങനെ സാധിക്കും? തൽക്കാലം ഇപ്പൊ ഈ ബ്രാഞ്ച് ഞാനല്ലേ നോക്കുന്നത്. അതുകൊണ്ട് ഈ വിവരം ആദർശേട്ടനെ അറിയിച്ച് ഒരു നെക്ലേസ് ഇവിടുന്ന് എടുക്കാം. ആ, എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കട്ടെ പുല്ല്. ഷോ, എങ്ങനെ പോയാലും നിനക്ക് തലവേദനയാണല്ലോടാ അബി. ആ കുഴപ്പമില്ല, നീയും കൂടി എത്രയും പെട്ടെന്ന് വാ. നമുക്കേ ഇവരെ ഒന്ന് കുത്തി ഒതുക്കാനുണ്ട്. ഞാൻ വരാമേ. അതിനിടെ കൂടെ വേറൊരു പണി കിട്ടിയിട്ടുണ്ട്. അവളുടെ അനിയത്തെ ഞാൻ വിളിക്കാൻ ചെല്ലണമെന്ന് പറഞ്ഞിട്ട് അവളുടെ ആ തന്തേതാളെ വിളിച്ചിരുന്നു. ഓ, ഈ കനകയ്ക്കും ഗോവിന്ദന് എന്തിന്റെ കേടാ? അതെങ്ങാനും ആദർശ നൈനി പോവില്ലേ? എന്തിനാ നിന്നെ ഏൽപ്പിക്കുന്നത്? അമ്മേ, അവരുടെ കണ്ണിലെ ഞാനല്ലേ ഇപ്പൊ അവരുടെ വിശ്വസ്തനായ മരുമകൻ. അതുകൊണ്ട് എന്നെയല്ലേ അവർ ഏൽപ്പിക്കുക. ആ, അതൊക്കെ ഏതായാലും നല്ല കാര്യമൊക്കെ തന്നെ. എന്നിട്ട് നീ അവളെ വിളിക്കാൻ പോകുന്നുണ്ടോ? ഏയ്, എനിക്ക് വേറെ പണിയൊന്നുമില്ല. ആ ആദർശ നൈനിയും പൊയ്ക്കോളും. ശരി എന്നാ. ഇത് കേട്ടോണ്ട് ജാനകിയും അനാമിക അങ്ങോട്ട് വരുന്നുണ്ട്. ജലജെ. ആ ജാനകി, നീ ആരോടാ സംസാരിക്കുന്നേ? ഓ, ഞാൻ അബിയെ വിളിച്ചതാ. ഇവിടെ പല കാര്യങ്ങളും അരങ്ങേറാൻ പോകുന്നുണ്ടല്ലോ, ഒന്ന് വിളിച്ചറിയിച്ചതാ. അല്ല, അബി വരുന്നുണ്ടോ? ആ, അവൻ കുറച്ചു കഴിഞ്ഞ് എത്തുന്നാ പറയുന്നത്. എന്താ, അവനോട് എന്തെങ്കിലും പറയാനുണ്ടോ? അവനോടല്ല, നിന്നോട് എനിക്ക് പറയാനുള്ളത്. എന്താ ജാനകി? ദേ, ആ വരുന്നവളുണ്ടല്ലോ, അവളെ എന്റെ മോക്ക് കണ്ണെടുത്താ കണ്ടുടാന്ന് അറിഞ്ഞൂടെ? എന്നിട്ടും അവൾ ഇങ്ങോട്ട് വലിഞ്ഞേറി വരുന്നുണ്ടല്ലോ. അതാ ജാനകി ഞാനും നോക്കുന്നത്. അനാമികയ്ക്ക് ഏതായാലും അവളെ ഇഷ്ടമല്ല. അങ്ങനെയുള്ളപ്പോ പരമാവധി അവളെ ഇവിടേക്ക് വിടാതിരിക്കുകയല്ലേ ചെയ്യേണ്ടത്. പകരം അവളെ ഇവിടെ വിടുന്നതിന്റെ അർത്ഥം എന്തുവാ? അവളെ കണ്ട് എനിക്ക് ഇഷ്ടം കൂടണം. അതിനു വേണ്ടിയുള്ള നല്ല നാടകങ്ങളാ ഇത്. ജലജെ, എനിക്ക് മോൾക്കും അവൾ ഇവിടെ വരുന്നത് ഇഷ്ടമല്ല. എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഈ പരിപാടി അലങ്കോലമാക്കണം. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? അത് പിന്നെ അവൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അവളുടെ വയറിളകാനുള്ള എന്തെങ്കിലും ഒന്ന് ചേർത്തേ പറ്റൂ. അനിയുടെ മുന്നിൽ അവൾ നാണം കിടണം. അതാണ് അപ്പച്ചി എനിക്ക് വേണ്ടത്. അല്ല, നിങ്ങൾ എന്ത് ചേർക്കണമെന്നാ പറയുന്നത്? വയറിളകാനുള്ള എന്തെങ്കിലും. അതൊക്കെ വേണോ ജാനകി? വേണം. അവളെ കിടപ്പിലാക്കണം. അതുകൊണ്ട് എനിക്കും മോൾക്കും രസിക്കണം. അവിടെ പോവണം അവളെ കാണാൻ വേണ്ടി. നിർബന്ധമാണെങ്കിൽ ഞാൻ അബിയെ വിളിച്ച് പറയാം. അവൻ എന്തെങ്കിലും അതിൽ ചേർക്കാനുള്ള മായ കൊണ്ടുവരും. എന്നാ നീ സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് വിളിച്ച് പറയും. മോൾക്ക് വേണ്ടിയല്ലേ, അതുകൊണ്ട് ഞാൻ ചെയ്യാം. ആ പിന്നെ ചിലപ്പോ കുറച്ച് പൈസ ചെലവുണ്ടാവും. അതൊന്നും കാര്യമാക്കണ്ട. പണം എത്രാന്ന് വെച്ചാൽ ഞാൻ തന്നോളാം. ശരി, ഞാൻ അബിയെ വിളിച്ച് പറയാം. ഇതും പറഞ്ഞുകൊണ്ട് ജലജ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ആദർശിനെയും നയനെയാണ്. നവ്യ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ആ നയനെ, നിങ്ങൾ പോയില്ലേ? എങ്ങോട്ട് പോവാൻ? അല്ല, നന്ദുവിനെ വിളിക്കാൻ. ചേച്ചി എന്തൊക്കെയാ പറയുന്നത്? കുറച്ചു മുമ്പ് ചേച്ചിനെയല്ലേ പറഞ്ഞത് അബിയാണ് വിളിക്കാൻ പോകുന്നതെന്ന്. അത് പിന്നെ അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ അബി വിളിച്ചിട്ട് പറയാ, അബിക്ക് ആ ബ്രാഞ്ചില് നല്ല തിരക്കുണ്ടെന്ന്. ആദർശേട്ടനെ പറ്റുമെങ്കിൽ പോവാൻ പറയാൻ പറഞ്ഞു. എന്താ ചേച്ചി ഇത്? അങ്ങനെയാണെങ്കിൽ നേരത്തെ പറയണ്ടേ? നന്ദു സ്റ്റേഷനിൽ വന്നു നിൽക്കില്ലേ? നിങ്ങൾ പെട്ടെന്ന് പൊയ്ക്കോ. അവളെ ഏറിപ്പോയ ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അത്രയല്ലേ ഉള്ളൂ. ഷോ, കഷ്ടമുണ്ട് ചേച്ചി. ഇത് കേട്ടപ്പോ ആദർശ് പറയുന്നുണ്ട്, നവ്യെ എന്താ ഇങ്ങനെയൊക്കെ? അവള് പോലീസായി ചാർജ് എടുത്ത് വരുമല്ലേ, അപ്പൊ നമ്മൾ കുറച്ച് ഉത്തരവാദിത്വമൊക്കെ കാണിക്കണ്ടേ? അതേക്കുറിച്ചൊന്നും ആദർശേട്ടൻ പറയണ്ട. അബിക്ക് ഇപ്പൊ നല്ല തിരക്കുണ്ട് ഓഫീസില്. നിങ്ങൾ തന്നെയല്ലേ പറയുന്നത് അബിയോട് നന്നായിട്ട് ബ്രാഞ്ച് നോക്കണം എന്ന് പറയാൻ. അപ്പോ അബിക്ക് അതിൻ്റെതായിട്ടുള്ള തിരക്കുകളുണ്ട്. അത് ആദർശേട്ടന് മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു. ശരി, ഇനി തർക്കിക്കാനൊന്നും നിൽക്കണ്ട. നൈനെ, നീ പെട്ടെന്ന് വാ. ഡ്രസ്സ് മാറാനുള്ള നേരമൊന്നുമില്ല. അവൾ ഇവിടെ എത്താനായിട്ടുണ്ടാവും. ശരി ആദർശേട്ടാ. മോളെ വാ. എന്താ, ഇവളെ എടുത്തോണ്ടാണോ പോകുന്നത്? പിന്നെ ചന്തമോളെ ഇവിടെ ആര് നോക്കാനാ? ഇവളുടെ അച്ഛന്റെ അമ്മയും അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാരും ഉണ്ടല്ലോ. അവൾ ഇവിടെ നിന്നോളും. നിങ്ങൾ പോയിട്ട് വാ. അത് പറ്റില്ല, ഞാൻ എന്റെ മോളെ കൊണ്ടേ പോവും. ഇതും പറഞ്ഞുകൊണ്ട് ആദർശ് കുഞ്ഞിനെ എടുത്തിട്ട് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ നവ്യക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഇവർ സ്റ്റേഷനിൽ എത്തുന്നതാണ്. സ്റ്റേഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നന്ദു ഉണ്ട് കേട്ടോ. നല്ല കക്ഷികളാ. നേരത്തെ എത്തിക്കോളാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു 10-15 മിനിറ്റായി കാത്തു നിൽക്കുന്നു. അതിനെ നീ ഞങ്ങളെ പറയണ്ട, നിന്റെ ചേച്ചിയെ പറഞ്ഞാ മതി. ഞാൻ വിളിച്ചപ്പോ പറഞ്ഞല്ലോ മോളെ, അബിയെ നിന്റെ ചേച്ചിയും വരാന്ന് പറഞ്ഞിട്ടാ ഞങ്ങൾ ഇത്രയും ലേറ്റ് ആയത്. അതൊന്നും കുഴപ്പമില്ല. നന്ദു, എങ്ങനെയുണ്ട് ട്രെയിനിങ്? ഒരു കുഴപ്പമില്ല. അതിന് ആദർശേട്ടാ,
അയാൾ ഉണ്ടായിരുന്നപ്പോഴാ കുറച്ചുകൂടിയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. പുതിയ ട്രെയിനറായപ്പോ നന്നായിട്ട് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിപ്പോയി. അല്ല നന്ദു, നിന്റെ കൂട്ടുകാരി എവിടെ? അവൾ നേരെ അവളുടെ വീട്ടിലോട്ട് പോയി ചേച്ചി. ഒരു ദിവസം നമ്മുടെ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു ദിവസം അവളുടെ വീട്ടിലോട്ട് പോകണം ചേച്ചി. ചേച്ചിയും ചേട്ടനും ഒക്കെ അങ്ങോട്ട് കൂട്ടിച്ചെല്ലാനാ പറഞ്ഞത്. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, അതിനെന്താ നന്ദു, സമയം കിട്ടുമ്പോ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോവാം. ആ പിന്നെ നന്ദു, നമ്മൾ നേരെ നിന്റെ വീട്ടിലോട്ടാ പോകുന്നത്. അവിടുന്ന് പിന്നെ അനന്തപുരിയിലേക്ക് പോകുന്നുണ്ട്. അയ്യോ എന്താ ഒരു അയ്യോന്ന്? ദേ മുത്തശ്ശനാ നിന്നെ അങ്ങോട്ട് കൊണ്ടുചെല്ലാൻ പറഞ്ഞത്. എന്നാലും അനാമികയ്ക്ക് ഞാൻ വരുന്നത് ഇഷ്ടാവോ? അനാമികയുടെ ഇഷ്ടമൊന്നും മോള് നോക്കണ്ട. മോൾ അനിയോട് അടുത്ത് സംസാരിക്കാതിരുന്നാൽ മാത്രം മതി. അത് ഞാൻ നോക്കിയാലും അനി ശ്രദ്ധിക്കില്ലല്ലോ ആദർശേട്ടാ. അവനെ ഞാനൊന്ന് ഉപദേശിച്ചോണ്ട്. അങ്ങനെ അവര് നേരെ അവരുടെ വീട്ടിലോട്ട് എത്തുന്നുണ്ട് കേട്ടോ. കാറിന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ കനകയും ഗോവിന്ദനും ഓടി മുന്നിലേക്ക് എത്തുന്നുണ്ട്. ആ സമയത്ത് ആദർശനെ കണ്ട പാടത്തിന് കനകയുടെയും ഗോവിന്ദന്റെയും മുഖം ഒന്ന് ചിളുങ്ങുന്നുണ്ട് കേട്ടോ. എന്തായാലും നന്ദുവിനെ കണ്ട സന്തോഷത്തിൽ നന്ദുവിനെ അവർ കെട്ടിപ്പിടിക്കുന്നുണ്ട്. മോളെ എന്തൊക്കെയുണ്ടടാ നന്ദുട്ടാ, ആ പോലീസ് ട്രെയിനർ നിന്നെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തി. മോൾ ആകെ ക്ഷീണിച്ചു പോയി. ഓ അങ്ങനെയൊന്നുമില്ല അമ്മേ, ഇനിയിപ്പൊ അമ്മയുടെ ഭക്ഷണമൊക്കെ കഴിക്കാലോ. ഞാനാണെങ്കിൽ അമ്മയുടെ ഫുഡൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഓ എന്താന്ന് വെച്ചാ ഉണ്ടാക്കി തരാം. അച്ഛാ എന്തൊക്കെയുണ്ട്? ഓ ഇന്നലെ അങ്ങ് വിളിച്ചു വെച്ചതല്ലേ ഉള്ളൂ മോളെ, പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. മോൾ ആദ്യം ഫ്രഷ് ആയിട്ട് വാ, ഒരുപാട് ദൂരെ യാത്ര ചെയ്ത് വരുമല്ലേ. ശരി അച്ഛാ, ഞാൻ എന്നാ ഫ്രഷ് ആയിട്ട് വരാം. അങ്ങനെ നന്ദു അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് കനക ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെന്തിനാ നന്ദുവിനെ വിളിക്കാൻ പോയത്? ഞാൻ അബിയോട് പറഞ്ഞതല്ലായിരുന്നോ? അബിക്ക് ബ്രാഞ്ചിൽ തിരക്കുണ്ടായിരുന്നമ്മേ എന്ന് കരുതി നിങ്ങൾ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാനും ഗോവിന്ദേട്ടനും മോളെ വിളിക്കാൻ പോവായിരുന്നു. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പോ ഞാനും ആദർശേട്ടനും പോയെന്ന് കരുതി എന്താ കുഴപ്പം? ഓ ഒരു കുഴപ്പമില്ല. എന്താ മറ്റവളെ കൂടി കൂട്ടാഞ്ഞ്? അവളെ കൂടി കൂട്ടിക്കൂടായിരുന്നോ? അമ്മയോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഗോവിന്ദൻ പറയുന്നുണ്ട്, വന്നകാലി നിൽക്കണ്ട, അകത്തോട്ടിരിക്കാം. അങ്ങനെ ആദർശ് അകത്ത് കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ആരും ഒന്നും ആദർശിനോട് മിണ്ടുന്നില്ല. അച്ഛനായാലും അമ്മയായാലും. അച്ഛന് എന്നോട് വെറുപ്പുണ്ടെന്നറിയാം, എന്നാലും ഇങ്ങനെ മിണ്ടാതിരിക്കരുത് അച്ഛാ. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, അതുകൊണ്ടാ മിണ്ടാതിരിക്കുന്നത്. ആദ്യമൊക്കെ വാതോരാതെ സംസാരിക്കാനുണ്ടായിരുന്നു, എന്നാ ഇപ്പൊ അങ്ങനെയൊന്നും പറയാനില്ല. അപ്പൊ നന്ദു അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ആദർശേട്ടാ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് അനന്തപുരിയിലേക്ക് പോവല്ലേ? അതെ. എന്ത് അനന്തപുരിയിലേക്കോ? കനകയാണിട്ട് ഇത് ചോദിക്കുന്നത്. അമ്മേ മുത്തശ്ശൻ അങ്ങോട്ട് കൊണ്ടുചെല്ലാൻ പറഞ്ഞു ഇവളെ. മുത്തശ്ശനാണെങ്കിൽ ഒന്ന് പോയിട്ട് വാ. എന്തായാലും മുത്തശ്ശനല്ലേ നിനക്ക് ആ ട്രെയിനറെ മാറ്റി തന്നത്, അദ്ദേഹത്തോട് എപ്പോഴും നന്ദി വേണം. ശരി അമ്മേ, ഞാനെന്തായാലും അവിടെ പോയിട്ട് മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് വരാം. മോളിപ്പോ ഇവിടെ ഈ ഒരു നിലയിൽ എത്താൻ കാരണം ആ മൂർത്തി സാറാ. അതിന് അദ്ദേഹത്തോട് നന്ദി പറയണം. മുത്തശ്ശൻ മാത്രം ശ്രമിച്ചിട്ടല്ല, ഇവിടെ ഒരാളും കൂടി ശ്രമിച്ചു, ആദർശേട്ടൻ പറഞ്ഞതുകൊണ്ടാ മുത്തശ്ശൻ സമ്മതിച്ചത്. എന്തായാലും മുത്തശ്ശന്റെ കരുത്തല്ലേ, അതുകൊണ്ട് മോൾ എന്തായാലും മുത്തശ്ശിയും കണ്ടുവാ. ഇങ്ങനെ കനക പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും അവരോടൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് കാറിൽ നിന്നിട്ട് നന്ദു പറയുന്നുണ്ട്, അമ്മയ്ക്കിപ്പോഴും ആദർശേട്ടനോടുള്ള ദേഷ്യം മാറിയിട്ടില്ല. അതെങ്ങനെയാ മോളെ മാറുക? അങ്ങനെ ഒരു വ്യക്തിയായിട്ടാണല്ലോ ആദർശേട്ടനെ അമ്മ കണ്ടിരിക്കുന്നത്. എന്നാലും എൻ്റെ ആദർശേട്ടൻ അതങ്ങ് തെളിയിച്ചൂടെ? ആദർശേട്ടൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നുള്ളത് എനിക്ക് 100% ഉറപ്പാ. മോളെങ്കിലും എന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ, അതുപോലെ അവരും എൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് വളരെ ആശ്വാസമായിരുന്നേ. അതൊക്കെ ശരിയാവും. ഇനി ഞാനും ഉണ്ടല്ലോ അവരുടെ കൂടെ, ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് അവരെ മാറ്റിയെടുത്തോളാം. ശരി മോളെ. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയിൽ ഇവരെ കാറെത്തുന്നതാണ് കേട്ടോ. ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ ജലജ പറയുന്നുണ്ട്, ദേ അവരെത്തിയിട്ടുണ്ട്. അപ്പൊ ജാനകി പറയുന്നുണ്ട്, അപ്പൊ പിന്നെ നമുക്ക് തുടങ്ങാം. അബി കൊണ്ടുവന്ന ആ പൊടിയില്ലേ, അത് അവക്ക് കൊടുക്കുന്ന പായസത്തിൽ കലർത്തണം. അനാമിക മോള് വേണം ആ പായസം കൊണ്ടുകൊടുക്കാൻ. ഞാൻ കൊണ്ടുകൊടുത്തോളാം. അങ്ങനെ അവരത് പായസത്തിൽ കലർത്തുന്നുണ്ട് കേട്ടോ. നന്ദു കയറി വരുമ്പോ തന്നെ എല്ലാവരും ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നന്ദു വരണം, ഒരു SI വരുന്നത്. അയ്യോ ഇവിടെ മൊത്തത്തിൽ അലങ്കരിച്ചിട്ടുണ്ടല്ലോ, ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്നുണ്ടോ? അപ്പോ ജയം പറയുന്നുണ്ട്, നടക്കുന്നുണ്ടല്ലോ, മോളുടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. എന്റെയോ? മോള് പോലീസുകാരിയായി വന്നിരിക്കുക. അനന്തപുരിയിലെ ഏറ്റവും അടുത്ത ബന്ധത്തിൽ ഒരു പോലീസുകാരി. അയ്യോ ചേച്ചി ഇതൊന്നും വേണ്ടായിരുന്നു. അപ്പൊ നവ്യ പറയുന്നുണ്ട്, മോളെ നിന്നെ പോലീസ് വേഷത്തിൽ കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എത്രയും പെട്ടെന്ന് നീ പോലീസ് വേഷം ഇട്ടോട്ട് വാ, എന്നിട്ട് ചിലരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാനുണ്ട്. ആ സമയത്ത് തന്നെയാണ് കേട്ടോ അനാമിക വരുന്നത്. നന്ദു പായസം എടുക്ക്. കൺഗ്രാറ്റുലേഷൻസ്, നമ്മുടെ കുടുംബത്തിൽ ഒരു പോലീസുകാരി വന്നല്ലോ. നന്ദു ആണെന്നുണ്ടെങ്കിൽ പായസം എടുക്കണോ വേണ്ടെന്നുള്ള മട്ടിൽ നിൽക്കാട്ടോ. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, മോൾക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതാ മോളുടെ ചേച്ചി, ഇതുണ്ടാക്കി വെച്ചിട്ടാ പോയത്, മോളതെടുത്ത് കുടിക്ക്. അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, മോളത് കുടിക്ക്. ശരി. അങ്ങനെ ആ പായസം കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് കേക്ക് എടുത്ത് വെക്കുന്നത്. അങ്ങനെ നന്ദു ആണെന്നുണ്ടെങ്കിൽ കേക്ക് മുറിക്കാൻ നിൽക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും നല്ല ദേഷ്യത്തിലാണ് കേട്ടോ നിൽക്കുന്നത്, ജലജയും ജാനകിയും ഒക്കെ.
അനാമികയ്ക്കാണെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് അനി വരുന്നത്. ആ നിക്ക് നിക്ക് നിക്ക്, എനിക്ക് കേക്ക് കിട്ടിയില്ല. ആദർശ് പറയുന്നുണ്ട്, നിനക്ക് കേക്ക് വേണമെങ്കിലേ ഞാൻ എടുത്തുതരാം. ഇത് പറഞ്ഞുകൊണ്ട് ആ കേക്കിന്ന് ഒരു പീസ് എടുത്ത് അനിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്റെ വക മോൾക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. എന്താ മുത്തശ്ശ? അതൊക്കെ കണ്ടു തന്നെ മനസ്സിലാക്ക്. ഇതും പറഞ്ഞൊരു ലെറ്റർ എടുത്തിട്ട് നന്ദുവിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ആ ലെറ്റർ പൊട്ടിച്ച് വായിച്ചു നോക്കുമ്പോൾ എന്താണ്, നന്ദുവിന് ഈ അടുത്തോട്ട് തന്നെ ട്രാൻസ്ഫർ കിട്ടിയതാണ് കാണിക്കുന്നത്. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇത് ഞാൻ തന്ന സർപ്രൈസ് അല്ല, ഞാൻ ഇവിടെ അടുത്തേക്ക് ശ്രമിച്ചതാ. ആദർശ് പറഞ്ഞിട്ട് അപ്പോഴാണ് അറിയുന്നത് മോളുടെ മിടുക്കൊണ്ട് തന്നെ ഇവിടെ അടുത്തോട്ട് കിട്ടിയെന്ന്. അത് ഞാൻ മോൾക്ക് തന്നോളൂ. അങ്ങനെ എല്ലാവരും ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ പോലീസുകാരി എന്നായിട്ട് ചാർജ് എടുത്തു എന്ന് എല്ലാവരും അറിഞ്ഞപ്പോ അനാമികയും ജലജയും ജാനകിയും ഒക്കെ ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ തീയാളുന്നുണ്ട്. അങ്ങനെ നവ്യ പെട്ടെന്ന് പോയിട്ട് ഒരു ഡയമണ്ടിന്റെ നെക്ലേസ് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്ദുവിന്. ഇതൊക്കെ കണ്ടിട്ട് ബാക്കിയുള്ളവർക്ക് ആർക്കും സഹിക്കുന്നില്ല കേട്ടോ. അമ്മേ, അവക്ക് ഡയമണ്ടിന്റെ നെക്ലേസ് പോട്ടെ മോളെ, ഇതൊക്കെ അവക്ക് ഇപ്പം കിട്ടും. ഒക്കെ അവക്ക് കുറച്ചു കഴിഞ്ഞാലേ ഇതൊന്നും വേണ്ടാന്ന് തോന്നും. അവളെ പായസം കുടിച്ചിട്ടുണ്ടല്ലോ. ബാക്കി 2 മണിക്കൂറിന് ശേഷം കാണാം. അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് അമ്മ ഞാൻ. പിന്നെ നയനയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വാച്ചാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. ആദർശം ഗോൾഡ് കൊണ്ടുള്ള ഒരു മാല കൊടുക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിയാണെന്നുണ്ടെങ്കിലോ ഗോൾഡ് ആണ് കൊടുക്കുന്നത് കേട്ടോ. ഒരുപാട് സ്വർണവും മാലയും അങ്ങനെ എല്ലാം കിട്ടി കേട്ടോ. ആ സമയത്താണ് അനി ശ്രദ്ധിക്കുന്നത് നന്ദുവിന്റെ കയ്യിൽ ഒരു റിങ് എടുക്കുന്നത്. അതായത് അനി കൊടുത്ത റിങ് നന്ദുവിന്റെ കൈ തന്നെ കിടപ്പുണ്ട് കേട്ടോ. ആ സമയത്ത് അനിയുടെ കയ്യിൽ ഒരു റിങ്ങും കൂടി കാണിക്കുന്നുണ്ട് നന്ദുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് നന്ദുവിന് കൊടുക്കാൻ പോകുമ്പോഴാണ് നന്ദുവിന്റെ വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വേദന അനുഭവപ്പെടുന്നത്. അയ്യോ ചേച്ചി, എന്തുപറ്റി നന്ദു? എന്തോ എനിക്ക് വല്ലാത്തൊരു വിമിഷ്ടം പോലെ. അയ്യോ, ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, ചിലപ്പോൾ അതായിരിക്കും. മോളൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. നയനെ, നന്ദുവിനെ മുറിയിലോട്ട് കൂട്ടിക്കൊണ്ടുപോ. അങ്ങനെ നന്ദുവിനെ മുറിയിലോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ നയന. അപ്പം തന്നെ ജലജയും ജാനകിയും കൂടി കൈമുട്ടി അടിക്കുന്നുണ്ട് കേട്ടോ. സക്സസ്. ഇനി അവള് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന നേരം ഉണ്ടാവില്ല. നോക്കിക്കോ, 1 മണിക്കൂർ പോയിട്ട് ഒരു 10-15 മിനിറ്റ് പോലും വേണ്ടി വന്നില്ല. ഇനി അവളുടെ നാടകം ഇവിടെ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഇത് പറഞ്ഞുകൊണ്ട് അവർ ചിരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, എന്നാലും അമ്മേ എനിക്കങ്ങ് സഹിക്കുന്നില്ല. അവയ്ക്ക് ഇത്രയും സ്വർണവും ഡയമണ്ട് ഒക്കെ കൊടുക്കുന്ന കണ്ടിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അതൊക്കെ ഒരു നിമിഷം കൊണ്ട് പപ്പടം പൊടിയുന്നത് പോലെ ആവില്ലേ മോളെ? നോക്കിക്കോ, മോളിന് സന്തോഷിക്കാനിരിക്കുവാണ്. ഓക്കെ, അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും ഇതിന്റെ ബാക്കി എപ്പിസോഡ് ഇതിന് പിന്നാലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ അടുത്ത എപ്പിസോഡ് വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്ത എപ്പിസോഡിൽ ചുരുക്കം ഞാനൊന്ന് പറയാം. അതായത് നമ്മുടെ നന്ദു ഇല്ലേ, നന്ദു ശരിക്കും ആ കലർത്തിയിട്ടുള്ള പായസം കുടിച്ചിട്ടില്ല. അതൊരാളെ മാറ്റി വെച്ചിട്ടുണ്ട്. ആരാണെന്നൊന്നും ആ ഒരു പ്രൊമോയിൽ കാണിക്കുന്നില്ല. എന്തായാലും ആ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. നേരത്തെ അതായത് നന്ദുവിന് ഈ ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. നന്ദു എന്തായാലും അനാമികയെ നിർത്തി പൊരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡാണ് അടുത്തത്. അപ്പൊ ആ എപ്പിസോഡിന് വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡ് ഒന്നത് കമന്റ് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.